ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 48 അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 47 അധ്യായത്തിൻ്റെ അവസാനം നമ്മൾ കണ്ടു, യാക്കോബ് ഏകദേശം 147 വയസ്സുള്ളവ ഒരു വൃദ്ധനായി തീർന്നു. തൻ്റെ കാഴ്ചയൊക്കെ മങ്ങി താൻ ഏകദേശം മരണത്തോട് സമീപിച്ചു എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അപ്പോൾ തന്നെ കനാനിൽ കൊണ്ടുപോയി തൻ്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ തന്നെ സംസ്കരിക്കണമെന്ന് ജോസഫിനെ കൊണ്ട് സത്യം ചെയ്യിച്ച് നമ്മൾ കണ്ടു. അപ്പം തൻ്റെ പിതാവ് മരണാസന്നനാകുന്നുവെന്ന് മനസ്സിലാക്കിയവനായ ജോസഫ് തൻ്റെ 2 മക്കളെ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി പിതാവായ യാക്കോബിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. പിതാക്കന്മാരുടെ അനുഗ്രഹം മക്കളിലേക്ക് നൽകുക എന്നുള്ളത് പുരാതന കാലം മുതൽ തന്നെയുള്ള ഒരു രീതിയാണ്. അപ്പോൾ അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി ജോസഫ് ഈ മക്കളെയും കൊണ്ടുവന്നു. അപ്പോൾ ആ മക്കളാണ് എബ്രഹീമും മനശ്ശെയുമാണ് അടുത്തു വന്ന് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ യാക്കോബ് പറഞ്ഞു, അവർ 2 പേരും എൻ്റെ മക്കളാണ്. രൂബേനും ശിമെയോനും പോലെ എൻ്റെ മക്കളുടെ കൂട്ടത്തിൽ അവർ എണ്ണപ്പെടും. അതുകൊണ്ടാണല്ലോ അവരും ആ ഗോത്രപിതാക്കന്മാരുടെ ആ പട്ടികയിലേക്ക് വരാൻ കാരണമായിട്ട് തീരുകയാണ്. അതോടൊപ്പം തൻ്റെ ജീവിത പങ്കാളിയായിരുന്ന റാഹേലിൻ്റെ മരണത്തെക്കുറിച്ച് അദ്ദേഹം അവിടെ അനുസ്മരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഇസ്രായേലിൻ്റെ മക്കൾ ഇതിൽ എബ്രഹീമിൻ്റെ ഗോത്രത്തിൽ നിന്നാണ് പിന്നീട് മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയ യോശുവ വരുന്നത്. അപ്പോൾ യാക്കോബിൻ്റെ വലത് കൈയുടെ വശത്ത് മൂത്തപുത്രനായ മനശ്ശെ വരത്തക്കവണ്ണം, ഇടത് കൈയുടെ ആ ഭാഗത്ത് ഇളയ പുത്രനായ എബ്രഹീം വരത്തക്കവണ്ണം ജോസഫ് മക്കളെ കൊണ്ടുവന്ന് അവിടെ നിർത്തുകയാണ്. ആ കാലങ്ങളിലെ രീതി അനുസരിച്ച് മൂത്ത മകനാണ് അവകാശി. അപ്പോൾ അവനെ ആണ് ആ വലതുകൈയുടെ സ്ഥാനത്ത് കൊണ്ടുവന്ന് ഇത് നിർത്തുക. നമുക്കറിയാം, ജ്യേഷ്ഠാവകാശം അവരുടെ ഇടയിൽ വലിയ അവകാശം തന്നെയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. പൗരോഹിത്യത്തിന് തുല്യമായൊരു സ്ഥാനം തന്നെയാണത്. അപ്പന് ശേഷം അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ് മൂത്തപുത്രൻ. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായി അന്നത്തെ മാനുഷിക നിയമപ്രകാരം അങ്ങനെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയാണ് ജോസഫ് മക്കളെ യാക്കോബിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവിടെ നിർത്തുന്നത്. ആ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നവനായ ആ യാക്കോബ് എബ്രഹീമിൻ്റെ മനസ്സേയും കെട്ടിപ്പിടിച്ച് അവിടെ ചുംബിക്കുന്നു. അതിനുശേഷം അദ്ദേഹം കൈ പണിച്ചു വെച്ച് അവരെ അനുഗ്രഹിക്കുകയാണ്. കൈ പണിച്ചു വെച്ച് അനുഗ്രഹിച്ചാൽ, ഒരു കൈയുടെ പുറത്തോടെ മറ്റൊരു കൈ ഇങ്ങനെ പണിച്ചു വെച്ചാൽ വാസ്തവത്തിൽ അതൊരു കുരിശടയാളം തന്നെയാണ്. കുരിശാലുള്ള രക്ഷ അനുഭവേദ്യമാകുന്നതിന് മുമ്പ് തന്നെ കുരിശടയാളത്താൽ അദ്ദേഹം അവരെ അവിടെ അനുഗ്രഹിക്കുകയാണ്. അതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ക്നാനായ സമുദായത്തിൽ വാഹകുദാശയിൽ വാഴ്വ് പിടിക്കുക എന്നുള്ള ഒരു കർമ്മം നമുക്കുണ്ട്. അത് ഇതുപോലെ തന്നെ ഇടതുകൈയുടെ മുകളിലൂടെ വലതുകൈ പണിച്ചു വെച്ച് ദമ്പതികളെ അനുഗ്രഹിക്കുന്നതായ ഒരു രീതി. അപ്പം അങ്ങനെ അനുഗ്രഹിച്ചപ്പോൾ ജോസഫിന് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം മൂത്ത മകൻ മനശ്ശെയാണ്, അദ്ദേഹത്തിനാണ് അനുഗ്രഹം ഇത് ലഭിക്കേണ്ടത്. അങ്ങനെ അപ്പൻ്റെ കൈ മാറ്റിവെക്കുവാൻ ജോസഫ് ഇത് ശ്രമിച്ചപ്പോൾ യാക്കോബ് പറഞ്ഞു, വേണ്ട, ഞാൻ വെച്ചതുപോലെ മതി, ഇതാണ് ശരി. കാരണം തൻ്റെ ജീവിതത്തിൽ തൻ്റെ ജ്യേഷ്ഠനേക്കാൾ കൂടുതൽ ദൈവം തന്നെ അനുഗ്രഹിച്ച സംഭവങ്ങളൊക്കെ യാക്കോബിൻ്റെ മനസ്സിലുണ്ടല്ലോ. അതുകൊണ്ട് അതിന് വിരുദ്ധമായി ഈ അന്നത്തെ മാനുഷിക ആ നിയമത്തിന് വിരുദ്ധമായി യാക്കോബയുടെ മക്കളെ അനുഗ്രഹിക്കുക നമുക്ക് കാണാൻ പറ്റും. കാരണം
മാനുഷികമായ നിയമത്തെ പ്രകാരമല്ല ദൈവം പലപ്പോഴും ഇത് പ്രവർത്തിക്കുന്നത്. ഈശായുടെ മക്കളിൽ 12 മക്കളിൽ രാജാവാകുവാൻ വേണ്ടി നിയമപ്രകാരം മൂത്ത പുത്രന്മാരെയൊക്കെയാണ് ശമൂവേൽ ചെന്ന് നോക്കുന്നത്. എന്നാൽ യഹോവ അവിടെ തിരഞ്ഞെടുത്തത് ഇളയവനായ ദാവീദിനെയാണെന്ന് നമുക്കറിയാമല്ലോ. യാക്കോബ് ഇപ്പോൾ വളരെയേറെ ഉയരങ്ങളിലായിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന ജീവിതാനുഭവങ്ങളൊക്കെ മാറി ഫറവോ രാജാവിനെ അനുഗ്രഹിച്ചു. ഇപ്പോൾ ഇതാ തൻ്റെ കൊച്ചുമക്കളെ അദ്ദേഹം ഇവിടെ അനുഗ്രഹിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഇത് ജോസഫിന് പ്രത്യേകമായ ശേഖയെ മുഴുവൻ തൻ്റെ അവകാശമായിട്ടുള്ള സ്ഥലവും ജോസഫിന് വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. അപ്പോൾ താൻ പോകുന്നതായ സമയത്ത് ബഥേലിൽ വെച്ച് യഹോവയായ ദൈവം ഇതിനു മുൻപ് എൻ്റെ ജീവിതത്തിൻ്റെ തൻ്റെ യൗവനകാലത്ത് ദൈവം തനിക്ക് പ്രത്യക്ഷപ്പെട്ടതും വാഗ്ദത്തം ചെയ്തതുമായ സംഭവങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ അനുസ്മരിക്കുകയും അതൊക്കെ ജോസഫിനോട് പറഞ്ഞ് അവരെ മൊത്തത്തിൽ അനുഗ്രഹിക്കുന്ന ഒരു രീതി നമുക്കിവിടെ കാണുവാൻ പറ്റും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യാക്കോബിൻ്റെ ജീവിതത്തിൽ ദൈവത്തെ മുഖാമുഖം കണ്ട വലിയ പരിവർത്തനം വന്നതോടുകൂടിയാണ് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള വലിയ ഒരു സമാധാനത്തിലുള്ള ഒരു അന്ത്യം ലഭിക്കാൻ കാരണമായിട്ട് തീരുന്നത്. ജീവിത സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ദൈവത്തിൽ നമ്മളെ അകറ്റുന്ന അനുഭവത്തിലേക്ക് ഒരുപക്ഷെ വരാൻ സാധ്യതയുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നുവെന്ന് മാത്രമല്ല, മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം യോഗ്യതയുള്ളവരാക്കി ദൈവം നമ്മെ മാറ്റും. അത് സാധിക്കണമെങ്കിൽ ദൈവം നമ്മോടൊപ്പമായിരിക്കണം. പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, വേദപുസ്തക വായനയിലൂടെയൊക്കെയുള്ള ആത്യന്തികമായ ലക്ഷ്യം അതായിരിക്കണം. അങ്ങനെ യാക്കോബിന് നല്ല അന്ത്യത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതുപോലെ ദൈവമേ, യാക്കോബിനെ പോലെ ഒരുപാട് കുറവുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു നല്ല അന്ത്യം പ്രാപിപ്പാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയിൽ, പരിശുദ്ധ സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാനയിൽ ഹുസോയ പ്രാർത്ഥന പ്രകാരമുണ്ട്. ദൈവമേ, ക്രൈസ്തവർക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു നല്ല അന്ത്യം പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ്. അങ്ങനെ അനേക തലമുറകളെ കണ്ട് അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം യാക്കോബിനെ ദൈവം ഇവിടെ സഹായിക്കുന്നു. ആ ഒരു വലിയ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.